ഈ കാലഘട്ടത്തിൽ വാട്സപ്പ് ഉപയോഗിക്കാത്തവർ വളരെ വിരളമാണ് എന്ന് നമുക്കറിയാം. വാട്സപ്പ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ആദ്യമായി പറയാനുള്ളത്, മെമ്മറി കുറവുള്ള, സ്റ്റോറേജ് കുറവുള്ള 15,000 രൂപയുടെ ഉള്ളിലുള്ള ഒരു മൊബൈലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ മൊബൈൽ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോറേജ് ഫുള്ളാവാനും ഹാങ് ആവാനും സാധ്യതയുണ്ട്. ആയതുകൊണ്ട് ഇത്തരക്കാർ നിങ്ങളുടെ വാട്സപ്പ് സെറ്റിംഗ്സിലെ ചാറ്റ് എന്ന ഓപ്ഷൻ മീഡിയ വിസിബിലിറ്റി ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ വാട്സപ്പിൽ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോകളോ ഫോട്ടോകളോ ഒന്നും തന്നെ നമ്മുടെ ഫോൺ സ്റ്റോറേജിൽ സേവ് ആവുകയില്ല. ഇനി ഏതെങ്കിലും വീഡിയോകളോ ഫോട്ടോകളോ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് മുകളിൽ കാണുന്ന ഈ ഓപ്ഷനിൽ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോൺ സ്റ്റോറേജിൽ സേവ് ആവുകയും നമ്മുടെ ഗാലറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. അതല്ലാതെ മീഡിയ വിസിബിലിറ്റി ഓൺ ആയി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഇമേജുകളും ഗാലറിയിൽ വന്ന് നിറയുകയും അത് സ്റ്റോറേജ് ഫുൾ ആവാൻ സാധ്യത കൂടുതലാവുകയും ചെയ്യുന്നതാണ്. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ മൊബൈലിലെ വാട്സപ്പ് മറ്റാരുടെയെങ്കിലും മൊബൈലിലോ കമ്പ്യൂട്ടറിലോ നമ്മളറിയാതെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്കിടെ പരിശോധിക്കണം. നമ്മളറിയാതെ നമ്മുടെ മൊബൈൽ അല്പസമയം മറ്റാരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ വാട്സപ്പിന്റെ സെറ്റിംഗിൽ കയറി നിങ്ങളുടെ വാട്സപ്പ് അവരുടെ മൊബൈലിലേക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ മുകളിൽ കാണുന്ന ഈ ഓപ്ഷനിൽ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് ക്ലിക്ക് ചെയ്ത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് മറ്റേതെങ്കിലും മൊബൈലിലോ ലാപ്ടോപ്പിലോ ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിനും നമുക്ക് ഇതിലൂടെ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇത് ലോഗൌട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈസിൽ നിന്നും നമ്മുടെ വാട്സപ്പ് ലോഗൌട്ട് ആവുന്നതുമാണ്. ഇതൊക്കെ ഒരുവിധം ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും നിലവിൽ പല വാട്സപ്പുകളിലും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഇടയിലെ മുതിർന്ന ആളുകൾക്കും IT വിദ്യാഭ്യാസം തീരെ കുറവുള്ള നിരവധി ആളുകൾ വേണ്ടിയാണ് ഈ വീഡിയോ. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ വാട്സപ്പിൽ അജ്ഞാത നമ്പറിൽ നിന്ന് വല്ല ആപ്ലിക്കേഷൻ അയച്ചു തരികയും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളതല്ല. ഇത്തരം ആപ്ലിക്കേഷനുകളിൽ നിന്ന് അവർ നേടിയെടുക്കുന്നത് നമ്മുടെ ഫോൺ അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ആക്സസ് ആണ്. നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ വഴി അവർ ചെയ്യുന്നത്. ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ പല തട്ടിപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിലൂടെ ഇത് കണക്ട് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കുന്നതാണ്. ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഓൺലൈൻ സേവനവുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷന്റെയും അഫിഡവിറ്റ് അതുപോലെ തന്നെ ഫോമുകളുടെയും ഒക്കെ ലിങ്കുകൾ ലഭ്യമാണ്. അതിലൂടെ നിങ്ങൾക്ക് ഏത് സമയവും PDF-ന്റെ ഒക്കെ ഫോമുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ലിങ്കും ഇതിൽ ലഭ്യമാണ്. കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാലാമതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഗ്രൂപ്പുകളായാലും പേഴ്സണൽ മെസ്സേജുകളായാലും അയക്കുമ്പോൾ ഡിസപ്പിയറൻസ് മെസ്സേജ് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പല അത്യാവശ്യ കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ ഡിസപ്പിയറൻസ് 24 hour 7 days 90 days എന്നിങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അതിൽ 24 അല്ലെങ്കിൽ 7 days ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 7 daysന്റെ ഉള്ളിൽ ഇത് അവരുമായി ചാറ്റ് ചെയ്ത ഫുള്ളും ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്തു പോകുന്നതാണ്. ആയതുകൊണ്ട് വാട്സപ്പിലെ സെറ്റിംഗ്സിൽ ഈ ഡിസപ്പിയറൻസ് ഓഫ് ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കുക. പോയിക്കോട്ടെ എന്ന് ഉദ്ദേശിക്കുന്ന ചാറ്റുകൾ മാത്രമാണ് ഇങ്ങനെ ഓണാക്കി വെക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം പല ഡോക്യുമെന്റുകളും പല കമ്മ്യൂണിക്കേഷൻസുകളും ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഓണായി വെച്ചിരിക്കുന്ന ഗ്രൂപ്പുകളോ വ്യക്തികളോ ഉണ്ട് എങ്കിൽ അത് ഓണാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പേഴ്സണലായാലും ഗ്രൂപ്പുകളിലായാലും അതിന്റെ പ്രൊഫൈലിൽ ഇങ്ങനെ ഒരു ടൈമറിന്റെ ഒരു ചിഹ്നം കാണിക്കുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ ഡിസപ്പിയറൻസ് മെസ്സേജ് ഓൺ ആണ് എന്നുള്ളത്. ആവശ്യമില്ല എങ്കിൽ അത് ഓഫാക്കി വെക്കുക. അതുപോലെ ആറാമതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ വാട്സപ്പിലെ സെറ്റിംഗ്സിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ മെനുവിൽ നമ്മുടെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായി നമ്മുടെ മീഡിയ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഗ്രൂപ്പുകളിൽ വരുന്ന വീഡിയോകൾ അതുപോലെ തന്നെ ഫോട്ടോസുകളെല്ലാം ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആകുന്ന ഒരു രീതിയാണ്. ഇത് ആവശ്യമില്ല എങ്കിൽ ഓഫ് ചെയ്ത് വെക്കുകയായിരിക്കും നല്ലത്. കാരണം ഇത് ഓട്ടോമാറ്റിക്
ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആകുമ്പോൾ നമ്മുടെ മെമ്മറികൾ ഫുള്ളാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവുന്നത് ഫോട്ടോ മാത്രം ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആയാൽ മതി എന്നുണ്ടെങ്കിൽ ഫോട്ടോ മാത്രം ടിക്ക് ചെയ്യുക. ഓഡിയോ മാത്രം ആണെങ്കിൽ അങ്ങനെ. ഒന്നും ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഒന്നും ടിക്ക് ചെയ്യേണ്ടതില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാട്സപ്പിൽ പോയി വരുന്ന സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യുന്ന ഒരു രീതി ആക്കുകയായിരിക്കും നല്ലത്. ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ വാട്സപ്പുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷനുകൾ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.